بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വളരെയേറെ ശ്രേഷ്ഠമായ ഒരു സദസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു ജീവിതം കൊണ്ട് 1000 ജീവിതങ്ങളെ മദീനയിലേക്ക് ചേർത്ത് വെക്കുകയും ഒരായിരം ജീവിതങ്ങളെ ആത്മീയധാരയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരികയും ഖാജ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി അസ്സഞ്ചരി റളിയല്ലാഹു അൻഹുവിന്റെ മാർഗത്തിൽ ഒരുപാട് മനുഷ്യരുടെ തണലും തണുപ്പുമായി ജീവിക്കുകയും ചെയ്ത ആശിഖുർ റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് അവർകൾ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ഓർത്തുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് ആദരണീയരായ ഉസ്താദ് അവറുകളുടെ ചാരത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമക്കൾ, കുടുംബാദികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആദരണീയരായ ഉസ്താദ് അവറുകളെ കുറിച്ച് എന്നേക്കാൾ അറിയുന്ന ഒരുപാട് ആളുകൾ നിരന്തരമായി ഇവിടെ പറഞ്ഞ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ജീവിതത്തിന്റെ, ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അവരായിരുന്നു യഥാർത്ഥ മനുഷ്യന്മാർ എന്ന് മാത്രം അവരെ കുറിച്ച് പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് ആത്മീയ സദസ്സുകളുടെ സാരഥിയായിരുന്ന
ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് എന്നറിയപ്പെട്ടിരുന്ന മഹാനവറുകൾ ഒരിക്കൽ പല മഹത്തുക്കളെയും കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പ ഉമറുൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയോടൊപ്പം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കോഴിക്കോട് പറമ്പിൽ ബസാറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാണല്ലോ ഇവരെല്ലാം. അങ്ങനെ ഇ കെ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ മകനാണ് ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ. അവിടുന്ന് പറഞ്ഞു, ഉപ്പയോടൊപ്പം ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സ്റ്റേജിന്റെ ഒരു കോണിൽ ഒരാൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നു. പരിപാടിയെല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, മോനെ, ആ ഇരുന്ന ആൾ ആരാണ്? അപ്പോൾ പറഞ്ഞു, അത് കൊണ്ടൂരത്തെ ഖാദർ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന അവരുടെ പ്രയോഗം ഞാൻ ഉദ്ധരിച്ചതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഖാദിരി അവൾ പറഞ്ഞു, അതൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് ആത്മീയ ലോകത്തുള്ള ആളുകളെ സെൻസർ ചെയ്യുന്നത്. അങ്ങനെയാണ്, വായിച്ചെടുക്കുകയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു അനുഭവം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പറഞ്ഞതാണ്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും പാരത്രിക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ വലിയ വലിയ മനുഷ്യന്മാർ ആത്മീയ ലോകത്ത് ആത്മീയ സാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നവരാണ് മനുഷ്യന്മാർ. അവരുടെ ഭാഷയിൽ നമ്മളൊക്കെ മനുഷ്യരാണോ എന്നറിയില്ല. നമ്മളെല്ലാവരും ഏതോ ലോകത്ത് ഭൗതികമായ താല്പര്യങ്ങൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. അല്ലാഹു തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മയും നന്നാക്കി തരുമാറാകട്ടെ. ആദരണീയരായ കുണ്ടൂർ ഉസ്താദ് അവറുകളുടെ സന്നിധിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതായിരിക്കും. അവിടുന്ന് ജീവിച്ചത് ആ മദ്ഹിന്റെ ലോകത്ത് അത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ. എല്ലാ വർഷവും റബീഉൽ അവ്വലിന് മുന്നോടിയായി കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ ഒരു വിളംബരമാണ് ബഹുമാന്യരായ കുണ്ടൂർ ഉസ്താദ് അവറുകളുടെ ഉറൂസ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം. ഈ വരുന്ന റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് മീലാദ് കൂടി ഉൾക്കൊള്ളുകയാണ്. അതുകൊണ്ട് ഏറെ ആഘോഷപൂർവ്വം വിശ്വാസി ലോകം ഏറ്റെടുക്കുകയാണ്. ഓരോ റബീഉൽ അവ്വലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാനുള്ള റബീഉൽ അവ്വലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ള അവസരമാകണം. അപ്പോഴാണ് റബീഉൽ അവ്വൽ ഫലപ്രദമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിന് മുഴുവനും ആരാണ് എന്നൊരു ചോദ്യം ഉന്നയിച്ചാൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഈ പ്രപഞ്ചത്തിന് മുഴുവനും കരുണയുടെ അരുണ പ്രവാഹമാണ്. മുസ്തഫ ജാൻ റഹ്മത്ത് പെലാക്കോ സലാം. അങ്ങ് ബറേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇമാമേ അഹ്ലുസുന്ന ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ
ആണ്ടിന്റെ സമയം കൂടിയാണിത്, ഓർമ്മയുടെ സമയം കൂടിയാണ്. ഉറുദുവിലെ ബുറുദ എന്നറിയപ്പെടുന്നത് മഹാനവറുകളുടെ ലാഖോ സലാം എന്ന കവിതയാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആവർത്തി പാരായണം ചെയ്യപ്പെടുന്ന ഒരു കവിതയും അതായിരിക്കും. ഒരു ഭാഗത്ത് ലോകത്തെല്ലായിടത്തുമുള്ള ആളുകൾ ബുറുദ പാരായണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇമാം അഹ്മദ് റിളാ ഖാനിൽ ബറേലവി റളിയല്ലാഹു അൻഹു എഴുതിയ മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം എന്ന കവിത എല്ലാ ദിവസവും ഇന്ത്യയിലുള്ള ദശലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുന്നുണ്ട്. കേരളം വിട്ടങ്ങ് ഉത്തരേന്ത്യയിലേക്ക് പോയാൽ ഏകദേശമുള്ള എല്ലാ സുന്നി പള്ളികളിലും സുബഹി കഴിഞ്ഞാൽ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ചൊല്ലുകയാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം. അത് ഇന്ത്യയിൽ മാത്രമല്ല, പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശിലുണ്ട്. അതുപോലെ ഉറുദു ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, ജർമ്മനിയിൽ, ഫിജിയിൽ, ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ, 169 രാജ്യങ്ങളിൽ ഇമാമെ അഹ്മദ് റിളാ ഖാൻ തങ്ങളെ മുഖ്യമായ ഒരു സുന്നി മൂവ്മെന്റിന്റെ വിലാസമായി അടയാളപ്പെടുത്തിയ ഓർഗനൈസേഷനുകളുണ്ട്. അവിടെയെല്ലാമുള്ള നിരവധി പള്ളികളിൽ എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ ചില പള്ളികളിൽ രാത്രിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചൊല്ലാൻ അവർ അവലംബിക്കുന്നത് മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം എന്ന കവിതയാണ്. ഒരുപക്ഷെ ലോകത്ത് ഒരു ഭാഷയിലുമുള്ള ഒരു കവിതയ്ക്കും ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവില്ല. ബുറുദ മറ്റൊരു ഭാഗത്തെ അറബിയിൽ ലോകത്തെ മുഴുവനും സ്വാധീനിക്കുമ്പോഴും നിത്യമായി ഇത്രമേൽ പാരായണം ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയില്ല. എന്നാൽ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ മുസ്തഫ ജാനെ എന്ന് തുടങ്ങുന്ന മദ്ഹ് കാവ്യം എല്ലാ ദിവസവും കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുകയാണ്. എന്നു മാത്രമല്ല, ഒരുപാട് ജനങ്ങളുടെ ആത്മീയതയുടെ ആകവിലാസം അത് മാത്രമാണ്. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ ഫാത്തിഹ അറിയാത്തവർ, ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാത്തവർ, മതവിധികളുടെ അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയാത്ത പരകോടി ജനങ്ങൾക്കും അവരുടെ ആദരങ്ങളിൽ വിരിയുന്ന ഒരു കവിതയാണ് മഹാനരായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലുന്ന മുസ്തഫ ജാനെ എന്ന് പറയുന്ന കവിത. അപ്പോൾ അതിന്റെ തുടക്കം മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാഖോ സലാം ഷഹരിയാരെ ഇറം താജ്ദാരെ ഹറം നൗബഹാരെ ശഫാഅത്ത് പേ ലാഖോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ പ്രപഞ്ചമാണ്, കരുണയുടെ അരുണപ്രവാഹമാണ്. ഞാൻ ആ കവിതയിലേക്കല്ല ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലകത്തിനാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ വാക്കിലുള്ള മറുപടിയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രപഞ്ചത്തിന് മുഴുവനും കാരുണ്യമാണ്. പക്ഷേ നമ്മൾ റബീഉൽ അവ്വൽ വരുമ്പോൾ ഇവിടെയുള്ള എല്ലാ ജനങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വായിക്കാൻ പറയണം. അത് അവരെ മതത്തിലേക്ക് മാറ്റാനുള്ള പണിയല്ല. എന്നു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മിഷനറി പ്രവർത്തനമല്ല.
ഈ മനുഷ്യകത്തിന്റെ മഹാനേതൃത്വത്തെ അവർക്കറിയാനുള്ള ഒരവസരമാണ്. ഡൽഹിയിൽ ജീവിച്ച ഹൈന്ദവനായ ഒരു കവിയുണ്ട്, ദില്ലു റാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കേവലം ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ മാത്രം നേതാവല്ല. ഒടുവിൽ അദ്ദേഹം പാടിയ ഒരു വരിയുണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശ്ർ മേ മാനാ ഖുലേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സേ ഹശ്ർ മേ മാനാ ഖുലേ. റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നതിന്റെ അർത്ഥം നാളെ പരലോകത്ത് ചെല്ലുമ്പോഴാണ് തുറന്നു കാണുക. ഇത് കേവലം റഹ്മത്തുൽ ലിൽ മുഅ്മിനീനല്ല, ഇത് റഹ്മത്തുൽ ലിൽ മുസ്ലിമീനല്ല, ഇത് റഹ്മത്തുൽ ലിൽ ഇൻസാനിയല്ല, ഇത് റഹ്മത്തുൽ ലിൽ ആലമീനാണ് എന്ന് വായിച്ചു മനസ്സിലാക്കിയ ദില്ലു റാം പറയുകയാണ്, മുझे भी ले जाएंगे जन्नत में. എന്നെയും ഈ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചപ്പോൾ മനസ്സിലായത് എങ്ങനെയാണ്? കാരണം അവിടുന്ന് കാരുണ്യത്തിന്റെ കേദാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്ത് പറഞ്ഞാൽ തീരുമോ ഈ ലോകത്ത്? ഇല്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അനുഭവിക്കുന്നത് ഇവിടെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളുമാണ്, എല്ലാ മനുഷ്യരുമാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹിനു വേണ്ടി മദീനയിൽ നിന്ന് സഞ്ചരിക്കുകയാണ്. സ്വഹാബികളോടൊപ്പം മക്കയിലേക്ക് മദീനയിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ അതാ വഴിയിൽ ഒരിടത്തെത്തിയപ്പോൾ ഒരു നായ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് കിടക്കുന്നു. വഴിയോരത്ത് കിടക്കുന്ന നായ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരിൽ ഒരാളെ വിളിക്കുകയാണ്. ജമീൽ ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ ജമീൽ, നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾ ഇവിടെ നിൽക്കണം. നമ്മുടെ അനുയായികൾ മുഴുവനും കടന്നു പോകുന്നത് വരെ ഈ നായയുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുന്നത് തടസ്സമാകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കണമെന്ന് പറഞ്ഞ് ഒരു സൈനികനെ നിയോഗിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃത്വത്തിന് മൂല്യം അറിയിച്ചു കൊടുക്കുന്നു. ജീവജാലങ്ങളോടുള്ള കാരുണ്യത്തിന്റെ ഭാഷയെ ആഖ്യാനിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളോടും എങ്ങനെ വർത്തിക്കണമെന്ന് ലോകത്തോട് ഇത്രമേൽ സംവദിച്ച ഒരാളെയും കാണാനാവില്ല. സമതുല്യമായി വായിക്കാൻ ഒരാളുമില്ല. അതുകൊണ്ട് പ്രപഞ്ചമേ വായിക്കണം. ഈ വരുന്ന റബീഉൽ അവ്വൽ കേവലം മുസ്ലിങ്ങൾക്ക് മാത്രം ആഘോഷിക്കാനുള്ളതല്ല. ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒരുപാട് മൂല്യങ്ങളെ അടയാളപ്പെടുത്തിയ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സെക്കുലർ രാജ്യത്തെ ഭരണഘടന എങ്ങനെയാകണമെന്ന് രാഷ്ട്രതന്ത്രജ്ഞന്മാര് ആലോചിക്കുന്ന നേരത്ത് ലോകത്തുള്ള മുഴുവൻ ഭരണഘടനകളും പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ലോകത്ത് തന്നെ എഴുതപ്പെട്ട ആദ്യത്തെ ഒരു ഭരണഘടന ഏതാണ്? മദീന എന്ന മഹാരാഷ്ട്രത്തിന്റെ നായകർ എഴുതിയ സഹീഫത്തുൽ മദീനയാണ് എഴുതപ്പെട്ട ആധികാരികമായ ഒരു ഭരണഘടന.
ആ ഭരണഘടനയുടെ സ്വാധീനം ഒരു ബഹുസ്വര രാജ്യത്തെ എങ്ങനെയാകണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന്റെ രൂപീകരണത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളിൽ, ലേഖനങ്ങളിൽ എഴുതുന്നുണ്ട്. ഇവിടെയുള്ള നയനിലപാടുകളിൽ മുഴുവനും ഇവിടേക്ക് കടന്നു വന്ന മതദർശനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെയും ഇസ്ലാമിക ദർശനത്തിന്റെയും സ്വാധീനം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. കാരണം എന്താ? ഇന്ത്യ മഹാരാജ്യത്തെ പോലെ ഒരുപാട് മതങ്ങളും ഒരുപാട് കളറുകളും ഒരുപാട് ജാതികളും ഒരുപാട് ഉപജാതികളുമുള്ള ഒരു രാഷ്ട്രം വേറെ ഇല്ല. ഇവിടെ ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതാൻ കഴിഞ്ഞത് ലോകത്തുള്ള ഭരണഘടനകളെയും മനുഷ്യാവകാശ വീക്ഷണങ്ങളെയും എഴുതി പഠിക്കുകയും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ രാഷ്ട്രശില്പികൾക്ക് ഭരണഘടനയുടെ ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എഴുതാൻ കഴിഞ്ഞത്. അതിൽ ഇവിടെ വന്ന മതങ്ങളുടെ സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ സ്വാധീനമുണ്ട് എന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. ലോകത്തേക്ക് മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ മതദർശനങ്ങളുടെ ഇടയിൽ നിറഭേദമില്ലാതെ വർണ്ണഭേദമില്ലാതെ എല്ലാവരെയും മനുഷ്യരാണെന്ന് ആധികാരികമായി ഇത്രമേൽ വ്യക്തമായി പറഞ്ഞ ഒരു ദർശനം വേറെ ഏതാണ്? വേറെ ഏതുണ്ട്? ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ക്രൈസ്തവ സമൂഹമാണെന്ന് പറയും. ക്രൈസ്തവ യൂറോപ്പിൽ ഇന്നും കറുത്തവനെ കണ്ടുകൂടാ എന്ന മനോഭാവമാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല, തൊലി കറുത്തതിന്റെ പേരിൽ മനുഷ്യാവകാശം നിഷേധിക്കപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അടുത്തയിടെ തന്നെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ കറുത്തവന്റെ സാഹിത്യമുണ്ട്, വെളുത്തവന്റെ സാഹിത്യവുമുണ്ട്. വൈറ്റ് ലിറ്ററേച്ചർ ആൻഡ് ബ്ലാക്ക് ലിറ്ററേച്ചർ. നമ്മളൊക്കെ യൂണിവേഴ്സിറ്റികൾ പഠിക്കുമ്പോൾ ബ്ലാക്ക് ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ട്, വൈറ്റ് ലിറ്ററേച്ചർ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ആലോചിക്കണം, അറബ് സമൂഹം ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു കറുത്തവന്റെ സാഹിത്യം പറഞ്ഞോ? ഇല്ല. മനുഷ്യരുടെ സാഹിത്യമാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ മനുഷ്യന്റെ ഉള്ളിലുള്ള വകഭേദങ്ങളെ മുഴുവനും മാറ്റിയിട്ട് ഒരേ ഒരു വിചാരത്തിലേക്ക് കൊണ്ടുവരാൻ ഇത്രമേൽ പ്രായോഗികമായി പ്രവർത്തിച്ച ഒരു നേതാവിനെയും കാണാനാവില്ല. ഒരുപക്ഷെ എന്നെങ്കിലും ഇന്ത്യ മഹാരാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാകണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ ഇന്ന് ഹിന്ദുക്കളായി അറിയപ്പെടുന്ന എല്ലാവരും അവരുടെ ഭാഷയിൽ ഹിന്ദുക്കളാവില്ല. കാരണം ആ മതദർശനത്തിന്റെ ഉള്ളിൽ ഒരുപാട് വകഭേദങ്ങളുണ്ട്. കീഴാളനും മേലാളനുമുണ്ട്, ഒരുപാട് വർഗങ്ങളും ഉപവർഗങ്ങളുമുണ്ട്. അതുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ, മനുഷ്യനാണെന്ന് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചപ്പോൾ അത് ലോകത്തെ മുഴുവനും സ്വാധീനിച്ചു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉദയം ചെയ്തു. ഇന്ന് വരെ ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് പറയപ്പെടാതിരുന്നിട്ടില്ല. ഒന്നുകൂടി ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ അന്ന് മുതൽ, അല്ലെങ്കിൽ അവിടുന്ന് ജീവിച്ച ആ കാലം മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് പറയപ്പെടാതിരുന്നിട്ടില്ല. ഇങ്ങനെ ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? 500 കൊല്ലമോ 1000 കൊല്ലമോ ഒരു നൂറ്റാണ്ടോ 2 നൂറ്റാണ്ടോ എല്ലാ ദിവസവും പറയപ്പെട്ട ഒരു നേതാവ്
ജനിച്ചത് മുതൽ ഇന്ന് വരെയും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടാനകോടി പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ മുസ്ലിങ്ങളും എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ലോകത്ത് 200 കോടി ജനങ്ങളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഈ 200 കോടി മുസ്ലിമീങ്ങളിൽ ഒരു ചെറിയ ന്യൂനപക്ഷം ഒരുപക്ഷെ മാറി നിന്നേക്കാം. ഇനി ഒരു 50% മാറി നിന്നു എന്ന് വന്നാൽ പോലും ഒരു 100 കോടി ജനങ്ങൾ എല്ലാ ദിവസവും എത്ര പ്രാവശ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറയുന്നത്? ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല. ഏറ്റവും ചുരുങ്ങിയതൊരു പ്രാഥമിക മുസ്ലിം ഒരു ദിവസം 9 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 9 പ്രാവശ്യം എല്ലാ സാധാരണ മുസ്ലിമും അഭിവാദ്യം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 100 കോടി വിശ്വാസികൾ ഓരോ ദിവസവും 9 പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബി. സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ ഇത്രമേൽ അറിയപ്പെടുന്ന, പറയപ്പെടുന്ന, പുകഴ്ത്തപ്പെടുന്ന ഒരു നേതാവും വേറെയില്ല. അത് പ്രപഞ്ചത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. അതുകൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രണയത്തിന്റെ ചുംബനം കൊടുത്ത പ്രപഞ്ചം വിളിക്കേണ്ട വിലാസമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ ഉദ്ഘോഷിക്കുന്നത്. ഈ ഒരു ഭാഗം മാത്രം നമ്മൾ പറയാൻ നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിനാരാണ് എന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ നിന്നാൽ വെളുക്കുവോളം പറഞ്ഞാലും അവസാനിക്കില്ല. വെളുക്കുവോളം പറഞ്ഞാലും അവസാനിക്കില്ല. കാരണം ഉലകത്തിന്റെ ഓരോ മടക്കിലും മുടക്കിലും മർമ്മരങ്ങളിലും പ്രണയത്തോടെ ചേർന്ന് കിടക്കുന്ന പവിത്ര നാമത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ കുറെ നേരം ഒന്നും പ്രസംഗിക്കണില്ല, പക്ഷെ സ്വലാത്ത് വേണം, അല്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അടരുകളിലും പ്രണയത്തോടെ ചേർന്നു കിടക്കുന്ന വിലാസമാണ്. ഇനി ഒന്നുകൂടി ഈ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത ഒരു പോയിന്റിലേക്ക് നീങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ലോകത്ത് അനുകൂലമായി മഹത്വമുള്ള ഏതെല്ലാം ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളിൽ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മിക്കേണ്ടി വരും. ലോക മാതൃദിനമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ മാതാവിന്റെ മൂല്യം ഇത്രമേൽ പറഞ്ഞ ഒരു നേതാവിനെ ലോകത്ത് കാണാനാവില്ല. ലോക പിതൃദിനം ഇന്നാണെന്ന് പറഞ്ഞാൽ പിതാവിന്റെ ബഹുമാനം ഇത്രമേൽ പറഞ്ഞ ഒരു നേതാവിനെയും വേറെ കാണാനുണ്ടാവില്ല. ഇന്ന് ലോക വനിതാ ദിനമാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇത്രമേൽ അവകാശം വകവെച്ചു കൊടുത്ത ഒരു നേതാവിനെയും വേറെ കാണാനുണ്ടാവില്ല. ഇന്ന് ശിശുദിനമാണെന്ന് പറഞ്ഞാൽ ശിശുക്കളെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് ചിട്ടയൊത്ത പരിപാലനത്തിന്റെ അധ്യായം പറഞ്ഞ വേറെ ഒരു നേതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർശനത്തെ മറികടക്കില്ല.
ഇന്നു ജലദിനമാണെന്ന് പറഞ്ഞാൽ വെള്ളം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായ നിയമനിഷ്ഠയോട് പറഞ്ഞ വേറെ ഒരു നേതാവിന് നമുക്ക് കാണാനുണ്ടാവില്ല. ഇന്ന് ആരോഗ്യ ദിനമാണെന്ന് പറഞ്ഞാൽ ആരോഗ്യ ദർശനങ്ങളെ പറഞ്ഞ വേറെ ഒരു നേതാവിനെയും കാണാനുണ്ടാവില്ല. ലോക അധ്യാപക ദിനമാണിന്നെന്ന് പറഞ്ഞാൽ എന്ന് വിളിച്ചു പറഞ്ഞ ഒരു നേതാവിനേക്കാൾ വലിയ നേതാവ് വേറെ ആരാണ് ഈ അധ്യായത്തിൽ വായിക്കാനുള്ളത്? ലോക വായനാ ദിനമാണെന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ അടിസ്ഥാന പ്രമാണത്തെ ഇഖ്റ എന്ന് തുടങ്ങിയ ഒരു നേതാവ് വേറെ ആരാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാനുള്ളത്? ഇങ്ങനെ ഏതേതു ദിനങ്ങൾ വായിക്കുമ്പോഴും അവിടെയെല്ലാം മുന്നിൽ നിൽക്കുന്ന നേതാവ് ആരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ നമുക്ക് കിട്ടിയിട്ട് കൊണ്ടാടാൻ നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് നേതാവായി ലഭിച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരുടെയും മുമ്പിൽ ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് വേണ്ട വിധത്തിൽ പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് പ്രപഞ്ചത്തോട് മുഴുവനും വിളിച്ചു പറയണം, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ മഹത്വമേറിയ മൂല്യങ്ങളെയും ഏറ്റവും ഉജ്ജ്വലമായി അവതരിപ്പിച്ച ഒരു നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ. രണ്ടാമത്തെ ഒരു ചോദ്യത്തിലേക്ക് കൂടി നീങ്ങി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ആരാണ്? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് ഏതാണ്? إذ بعث فيهم رسولا من أنفسهم. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നു തന്നെ അവരിൽ ഉത്തമരായ ഒരു വ്യക്തിയെ റസൂലായി നിശ്ചയിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചുവല്ലോ. ഇതിനേക്കാൾ വലിയൊരു സമ്മാനം വേറെ ഏതാണ്? നിങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തിയെ അംഫസായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചു തന്നിരിക്കുകയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്തിനാണ് നിങ്ങളിലേക്ക് നിയോഗിച്ചു തന്നത്? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് നിയോഗിച്ചു തന്നത് കേവലം ഒരു ഓർമ്മയിൽ ഒരു വ്യക്തിയെ ഓർമ്മിച്ചു പോകാൻ വേണ്ടിയല്ല, നിരന്തരമായി നിങ്ങൾക്ക് വിജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാവാണ്. നിരന്തരമായി നിങ്ങളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ്. നിരന്തരമായി നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേതാവാണ്. നിരന്തരമായി നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ. മഹാന്മാരായ സ്വഹാബത്ത് കലിമ ചൊല്ലിയപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്നാണ് സ്വഹാബത്ത് കലിമ ചൊല്ലിയത്. നമ്മളും അതേ കലിമ തന്നെയാണ് ചൊല്ലുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലായിരുന്നു എന്നല്ല, റസൂലാകുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ എല്ലാവരിലും എല്ലാ അർത്ഥത്തിലും ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി നമ്മളിൽ നിന്ന് പോയതല്ല. വഫാത്തായി അവിടുന്ന് പരിശുദ്ധമായ ഹുജറത്തു ശരീഫയിൽ വിശ്രമിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആവിഷയികമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. 33 വരികളുള്ള കവിതയാണ്. തവാത്തറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലു بأن المصطفى حي طري هلال ليس يطرقه أفول وأن الجسم منه بقاع لحديه كورد لا يدنسه الذبول. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ വാടാമലരായി ഇപ്പോഴും പരിശുദ്ധമായ ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹയ്യുൻ ഫീ ഖബരിഹി, ഖബറു ശരീഫിന്റെ ഉള്ളിൽ താമസിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരിക്കൽ മദീനയിലെത്തിയപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി പള്ളിയുടെ ഉള്ളിൽ മുസല്ല കിട്ടാൻ വേണ്ടി ആളുകൾ തഹജ്ജുദിന്റെ സമയത്തെ പാഞ്ഞു പോവുകയാണ്. 3-3:30 മണിയായപ്പോഴും ആളുകൾ ഓടി വരുന്നു. പള്ളിയുടെ ഉള്ളിൽ ഒരിടം കിട്ടണമെങ്കിൽ തഹജ്ജുദിന്റെ സമയത്തു തന്നെ പള്ളിയുടെ ഉള്ളിൽ കടന്നു കിട്ടണം. എന്നാലേ സുബഹി കഴിഞ്ഞ് ഇശ്റാഖിന്റെ സമയം കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയുടെ ഉള്ളിൽ നിസ്കരിക്കാനാവൂ. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ ഓടിപ്പോവുകയാണ്. എല്ലാവരും പാഞ്ഞു പാഞ്ഞു വരുമ്പോഴും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ മുറ്റത്ത് വന്ന് ബാബുസലാമിന്റെ അടുക്കൽ വരുമ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക്കായി അവിടെ ബ്രേക്കാവും, അവിടെ ഒന്ന് നിൽക്കും. ശ്രദ്ധിച്ചിങ്ങനെ നോക്കിയാൽ കാണും. ധൃതിയിൽ ഇങ്ങനെ വരികയായിരിക്കും മസ്ജിദുൻ നബവിയിലേക്ക്. ബാബുസലാമിന്റെ അടുക്കൽ അല്ലെങ്കിൽ ബാബുൽ ബഖീഇന്റെ അടുക്കൽ എത്തിയാൽ അവിടെ പെട്ടെന്ന് നിൽക്കും ഒരു സലാം പറയാൻ. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സലാം പറയാൻ? എല്ലാ ജമാഅത്ത് കഴിഞ്ഞും ആളുകൾ പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ ബാബുസലാമിൽ വലിയ തിരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയാൻ ആളുകൾ കയറുകയാണ്. അവര് സുബഹി കഴിഞ്ഞിട്ട് സലാം പറഞ്ഞവരാണ്. ലോഹറിന് വരുമ്പോൾ സലാം പറഞ്ഞവരാണ്. ലോഹർ കഴിഞ്ഞിട്ട് പിന്നെയും സലാം പറയാനും പോയി നിൽക്കുകയാണ്. അസ്റിന് പിന്നെയും വരികയാണ്. സലാം പറഞ്ഞിട്ട് അവിടുത്തെ മുവാജഹയിൽ എത്തിയിട്ട് ആശ മുറിഞ്ഞിട്ട് ഒരാളും മദീനയിൽ നിന്ന് പോന്നിട്ടില്ല. എല്ലാവരും മദീനത്തുനിന്ന് യാത്രയാകുമ്പോൾ കണ്ണ് നനഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, അല്ലാഹുവേ ഇത് ഞങ്ങളുടെ അവസാനത്തെ സിയാറത്താക്കല്ലേ. സലാം പറഞ്ഞ് കൊതി തീർന്നിട്ടില്ല ഒരാളും. ഇതുപോലെ അഭിവാദ്യം ചെയ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കാരണം അവിടെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയാണ്. മഹാനരായ ഇമാം അവർകൾ പറയുന്നു, യുസല്ലി ഫിൽ റീഹി സ്വലാത ഖംസി ദവാമൻ ലാ യമല്ലു വലാ യമീലു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നുണ്ട്. കദൽ അഅമാലു തുറദു കുല്ല യൗമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ സൽക്കർമ്മങ്ങളെല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. അത് അവിടത്തേക്കൊരു സന്തോഷം ലഭിക്കാനാണ്. ഇതുപോലെ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അവിടുന്ന് നമ്മളെ മുഴുവനും കാണുകയാണ്, അറിയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളൂ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിങ്ങളുടെ കർമ്മങ്ങൾ കാണുന്നുണ്ടേ. മടികൂടാതെ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തോ. ആ കവിത മലയാളത്തിലേക്ക് ചെറിയൊരു വ്യാഖ്യാനത്തോടുകൂടി അന്ന് എഴുതിയതാണ്. ജീവിക്കുന്ന പ്രവാചകൻ എന്ന പേരിൽ IPB അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ബുക്ക് ഫെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് ഞാൻ എഴുതി എന്നതല്ല അതിന്റെ പ്രസക്തി. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ കവിത അത് പരിചയപ്പെടുത്തുന്നു എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബർ ശരീഫിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അന്നിഅമത്തുൽ കുബ്റാ, ഏറ്റവും വലിയ നിഅമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഖൽബ് ചേർന്ന് നിൽക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കേവലം പ്രത്യക്ഷത്തിൽ പറയാനുള്ള നേതാവല്ല, മറിച്ചോ നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവേണ്ട നേതാവാണ്. യുഅല്ലിമുഹുൽ യുസക്കീഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ സംസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വേണേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഉൽ അവ്വൽ വരുമ്പോൾ ആഘോഷിക്കണോ വേണ്ടേന്ന് ആരും സംവാദം നടത്തേണ്ട ആവശ്യമില്ല, തർക്കം നടത്തേണ്ട ആവശ്യമില്ല. റബീഉൽ അവ്വൽ വരുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു സന്തോഷം വരുന്നുണ്ടോ, നീ ആഘോഷിച്ചോ. ആ സന്തോഷം മഹബ്ബത്ത് കൊണ്ട് യാന്ത്രികമായി വരുന്ന സന്തോഷമാണ്. ഉമ്മാനെ സ്നേഹിച്ചത് നിയമം മൂലം പഠിച്ചത് കൊണ്ടല്ല. ഉപ്പാനെ സ്നേഹിക്കുന്നത് നിയമപുസ്തകത്തിൽ നിന്ന് പഠിച്ചതല്ല. എന്നാൽ ഉമ്മയെയും ഉപ്പയെയും കാൾ സ്നേഹിക്കേണ്ട ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്നത് ഒരു മുഅ്മിനിന്റെ ഖൽബിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷമാണ്. അഹ്യാ റബീഅൽ ഖൽബി ശഹറുൽ മൗലിദി. ഇത് ഹൃദയത്തിന്റെ വസന്തമാണ്, ഹൃദയമുള്ളവരുടെ ആഘോഷത്തിന്റെ മാസമാണ്. മദീനയോട് ചേർന്ന് ഹൃദയമുള്ളവരെ റബീഉൽ അവ്വൽ വരുമ്പോ ആരും പറയാതെ ഉള്ളിൽ വെളിച്ചം വരും, ആരും പറയാതെ ഉള്ളിൽ ആഘോഷം വരും, ആരും പറയാതെ നബി കീർത്തനത്തിന് ഹൃദയം ഒരുങ്ങും, വീടൊരുങ്ങും. അപ്പോൾ റബീഉൽ അവ്വൽ വരുമ്പോൾ നിങ്ങൾ ആഘോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആഘോഷമല്ല, ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണിത്. അല്ലാതെ നിയമം കൊണ്ട് സ്ഥാപിക്കേണ്ട കാര്യമല്ല. ഇതൊരു മഹബ്ബത്തിന്റെ പ്രകാശനമാണ്, അനുരാഗത്തിന്റെ അടയാളമാണ്. മഹബ്ബത്തു റസൂലില്ലാഹി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഉള്ളിൽ നിറച്ച ആളുകൾക്ക് യാന്ത്രികമായി വരുന്ന ആഘോഷമാണ് നബിദിനാഘോഷം. റബീഉൽ അവ്വലിന്റെ ആഘോഷങ്ങൾ. ഇതാ 1500ാമത്തെ മീലാദെന്ന് കേട്ടപ്പോഴേക്ക് നാടും നഗരവും വീടും മുഴുവനും സന്തോഷം കൊണ്ട് നിറയുകയാണ്. കാരണം ഉലകത്തിന്റെ ഉടയവൻ, ഉലകത്തിന് കരുണയായി വെച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിന്റെ 1.5 സഹസ്രാബ്ദം പൂർത്തിയാവുകയാണ്. ഇത് പറയുമ്പോൾ ഇടയ്ക്ക് കൂടി ഒരു കാര്യം കൂടി പറയാം. മീലാദാഘോഷത്തിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന് നിരക്കാത്ത ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ ആഘോഷമെന്ന പേരിൽ നടക്കാൻ പാടില്ല. ആഭാസങ്ങൾ എന്തോ നടത്തിയിട്ട് ഇത് നബിദിനാഘോഷമാണെന്ന് പറയരുത്. ഇതാണോ പ്രവാചക സ്നേഹമെന്ന് ആക്ഷേപിക്കാനുള്ള ഇട നൽകരുത്. റോഡ് പണി നടന്ന നല്ല തിരക്കുള്ള സ്ഥലങ്ങളിൽ റാലി വെക്കുന്നതിന് പകരം നല്ല റാഹത്തായി വിളംബരത്തിന് പറ്റുന്ന സ്ഥലങ്ങളിൽ പ്രൗഢമായ വിധത്തിൽ ആഘോഷിക്കണം. ഇപ്പോൾ നാഷണൽ ഹൈവേ പണി നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, അസാധാരണമായ ട്രാഫിക് ജാമുകളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയല്ല നമ്മൾ റാലിക്ക് തിരഞ്ഞെടുക്കേണ്ടത്. സുഗമമായി നമുക്ക് റാലി നടത്താൻ പറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഅ്ലാൻ ചെയ്ത് ലോകത്തോട് പറയാൻ പറ്റുന്ന ഇടങ്ങളായി ഈ റബീഇന്റെ ഓരോ സമയത്തും സായാഹ്നങ്ങളും പ്രഭാതങ്ങളും മാറണം. നമ്മുടെ വീടുകളിൽ മൗലിദ് പാരായണം ചെയ്യണം, സ്ഥാപനങ്ങളിൽ മൗലിദ് പാരായണം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് ലോകത്തോട് കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനു മുമ്പ് നമ്മൾ അറിയണം നമ്മുടെ നേതാവ് ആരാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നമ്മൾ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു പരാമർശമുണ്ട്, ഒരു ഹദീസിന്റെ ആശയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല ഉമറേ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടം ആരോടാണ് ഉമറേ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും അവരോടാണ് വലിയ സ്നേഹമുണ്ടാവുക. നമ്മൾ ആരൊക്കെ എന്നേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും ഉപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട് സ്വന്തത്തേക്കാൾ സ്നേഹമുണ്ടെന്ന് പറയുന്നവർ അഭിപ്രായം മാറിയാൽ പിന്നെ അവർക്കെതിരായി വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരോട് വലിയ ഇഷ്ടമുള്ളവരാണ്. പ്രകൃതിപരമായ ഒരു വസ്തുതയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യാ ഉമർ, ഓ ഉമറേ, നിങ്ങളുടെ മഹബ്ബത്ത് ശരിയായ ലെവലിൽ എത്തിയിട്ടില്ല. ഇവിടെ ഒരു ചോദ്യം മുതഅല്ലിമുകൾ ചോദിക്കും, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ മനുഷ്യരും ഓരോ വിശ്വാസിയും അവരെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്നത്? അതിന്റെ താല്പര്യം എന്താണ്? നമുക്ക് പറയാം.
ഉടനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ ഹബീബായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് എന്നേക്കാൾ വലിയ മഹബ്ബത്ത് തങ്ങളോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഇത് പറയുമ്പോൾ മുത്തഅല്ലിമുകൾ ചോദിക്കും, അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് മഹബ്ബത്ത് കൂടിപ്പോയോ, മാറിപ്പോയോ? അതൊരു സൗന്ദര്യത്തിന് പറഞ്ഞതായിരിക്കില്ലേ? അല്ല. എന്തിനാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം എന്ന് പറയുന്നത്? ഈ ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളും ചിലപ്പോൾ വാപ്പയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം. അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. ഉമ്മയും മകനും ഒരു കാര്യത്തിൽ രണ്ടഭിപ്രായത്തിലാവാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യവും എന്റെ താല്പര്യവും രണ്ടു ദിശയിലാവാൻ പാടില്ല. എന്റെ താല്പര്യത്തെക്കാൾ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായവും താല്പര്യവും പരിഗണിക്കപ്പെടണം. അപ്പോഴേ ഒരാളുടെ ഈമാനാവുകയുള്ളൂ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങൾ ഓരോരുത്തരും യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ അവന്റെ വികാരവും അവന്റെ താല്പര്യവും ഞാൻ കൊണ്ടുവന്ന നയത്തോട് യോജിച്ചു വരണം. അപ്പോഴേ ഒരാളുടെ ഈമാനാവുകയുള്ളൂ. വാപ്പയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം. ഉമ്മയുടെ നയത്തോട് മകന്റെ നയം മാറിയെന്നു വരാം. ഭാര്യയുടെ നയത്തോട് ഭർത്താവിന്റെ നയം മാറിയെന്നു വരാം. തിരിച്ചും വരാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായത്തോടോ നയത്തോടോ ഒരിക്കലും നമ്മൾ മാറി മറ്റൊരു നയത്തിലേക്ക് വരാൻ പാടില്ല. അപ്പോഴേ ഒരാൾ ശരിയായ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് അയാളെക്കാൾ ഞാൻ എന്നേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഗണിക്കുകയും ഇഷ്ടം വെക്കുകയും ചെയ്താൽ എന്റെ നയനിലപാടുകൾക്കല്ല പ്രസക്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നയങ്ങൾക്കായിരിക്കും. അത് ഈമാനിന്റെ അടിത്തറയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തത്തെക്കാൾ സ്നേഹിക്കണം എന്ന് പറയുന്നത്. അപ്പോഴേ ശരിയായ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. എന്റെ നിലപാടുകളെക്കാൾ വലുത്, എന്റെ നിലപാടിന് പ്രസക്തിയില്ല, എന്റെ തീരുമാനങ്ങൾക്ക് പ്രസക്തിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറി എനിക്കൊരു തീരുമാനം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ ഞാൻ മുഅ്മിനാവുകയുള്ളൂ, യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ആ നയം യോജിച്ചു വരണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചാൽ പോരാ, സ്നേഹിക്കണം. അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ. സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്തിനാണ്? സ്നേഹിക്കുമ്പോഴാണ് നയങ്ങളെ മധുരതരമായി സ്വീകരിക്കാനാവുകയുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. കാരണം എന്താണ്? നമ്മളോടൊരു നിയമം കൽപ്പിച്ചാൽ അതനുസരിക്കാൻ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതേ സമയത്ത് ഇഷ്ടമുള്ളവർ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് വളരെ താല്പര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കും. അതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എന്താണ്? നമ്മൾ ഒരു ദിവസം രാവിലെ നാസ്ത കഴിച്ചില്ല. ഉച്ചയാകുമ്പോഴേക്ക് നമ്മൾ പലരോടും പറയും, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല. ഉച്ചയും കൂടി കഴിഞ്ഞാൽ കുറെ അധികം ആളുകളോട് പറയും, അല്ലെങ്കിൽ സ്വയം തന്നെ ഒരു വിഷമം ഉണ്ടാകും, ഇന്ന് നാസ്ത കഴിക്കാൻ പറ്റിയില്ല എന്ന്. അതേ സമയത്ത് റമദാൻ മാസത്തിൽ നമ്മൾ നാസ്ത കഴിക്കുന്നില്ല, ആരോടും നമ്മൾ പറയണില്ല ഇന്ന് നാസ്ത കഴിച്ചില്ല എന്ന്.
ഇന്ന് ലഞ്ച് കഴിച്ചില്ല എന്ന് ആരോടും പറയുന്നില്ല. നല്ല വിശപ്പുണ്ട്, പക്ഷേ ആ വിശപ്പിന് പരാതിയില്ല. കാരണം ഈ വിശപ്പ് ഇഷ്ടത്തോടെ ഞാൻ സ്വീകരിച്ച വിശപ്പാണ്. അതുകൊണ്ട് ഈ വിശപ്പിൽ ആരോടും പരാതിയില്ല. കാരണം ഞാൻ സെലക്ട് ചെയ്ത്, ഞാൻ സ്വീകരിച്ച്, ഞാൻ ഇഷ്ടത്തോടുകൂടി എടുത്ത വിശപ്പാണിത്. ഇതിൽ എനിക്കാരോടും പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. അതേ സമയത്ത് അങ്ങനെ ഒരു നീയത്തില്ലാത്ത ദിവസം, നാസ്ത കഴിഞ്ഞില്ല, ലഞ്ച് കഴിഞ്ഞില്ല, എന്നാൽ നമ്മൾ ഇഷ്ടമില്ലാതെ എടുത്ത ഒരു വിശപ്പാണ്. അതിൽ പരിഭവം തീരുന്നില്ല, പരാതി തീരുന്നില്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചാൽ തങ്ങൾ പറയുന്നത് പ്രത്യക്ഷത്തിൽ എത്ര വിഷമമുള്ള കാര്യമായാലും യാതൊരു പരാതിയും ഇല്ല, യാതൊരു പരാതിയില്ല, സന്തോഷമേ ഉള്ളൂ. ഇഷ്ടമുള്ള ഒരാള് കഠിനമായ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാലും നമുക്ക് ഭാരമില്ല. അതേ സമയത്ത് പോലീസുകാരൻ വണ്ടി അങ്ങോട്ടൊന്ന് മാറ്റി നിർത്താൻ പറഞ്ഞാൽ വലിയ കാഠിന്യമുള്ള പണിയൊന്നും അല്ലെങ്കിലും നിയമത്തെ അംഗീകരിക്കാൻ മനുഷ്യന്മാർക്ക് കുറച്ചൊരു പ്രയാസ, ആജ്ഞകളെ അനുസരിക്കാൻ പ്രയാസമാണ്. അതേ സമയത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, താല്പര്യത്തോടെ ആകുമ്പോൾ നമ്മളെ അത് സ്വാധീനിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി വഴിയിലെത്തിയപ്പോൾ നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ ഒരു സ്ത്രീ അപകടം പറ്റി നമ്മുടെ കാഴ്ചയിൽ കണ്ടു. മാനുഷികമായി ഒരു വിഷമമുണ്ടാകും. ആംബുലൻസ് വന്ന് കൊണ്ടുപോയി, നമ്മൾ മറന്നു, കഴിഞ്ഞു. നമുക്കത്രയുള്ള കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൂടി വന്നാൽ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് കണ്ടു എന്ന് പറയും. അത്രേ കഴിഞ്ഞുള്ളൂ, നമ്മളെ ബാധിക്കുന്നില്ല. അതേ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, 85 വയസ്സുള്ള വല്യമ്മ അവിടെ വാഷ്റൂമിൽ വഴുതി വീണു, കാലിന് ചെറിയ പരിക്കുണ്ട്. അത് നമ്മളെ സ്വാധീനിച്ചു. ഡോക്ടറെ വിളിക്കലായി, വണ്ടി വിളിക്കലായി, പിന്നാലെ വിളിച്ചുകൊണ്ടേയിരിക്കും. എവിടെ എത്തി, എന്തായി, എക്സ്റേ കഴിഞ്ഞു, ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം എന്താണ്? അതെന്റെ വല്യമ്മയാണ് എന്ന ബന്ധമാണ്. അതുകൊണ്ട് എന്റേത് എന്ന ഒരു മഹബത്ത് കൊണ്ട് ആ പ്രായമുള്ള ഉമ്മയുടെ ആരോഗ്യാവസ്ഥയും തുടർ ചികിത്സയും നമ്മൾ അന്വേഷിക്കുകയാണ്. പ്രകൃതിപരമായി പറഞ്ഞാൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരിയായ സുന്ദരിയായ യുവതിയുടെ പരിക്ക് പൊതുവെ നോക്കിയാൽ അത് ഗൗരവതരമാണ്. വയോധികയായ ഉമ്മയുടെ ആ ഒരു പരിക്ക് അത്ര ഗുരുതരമല്ല. പക്ഷേ എന്റെ വല്യമ്മയാണ് വീണത് എന്ന് വരുമ്പോൾ അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയാണ്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കൽബിലേക്ക് വരേണ്ടത് നബി റസൂലി, എന്റെ ഹബീബാണ്, എന്റെ നബിയാണ്, എന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എന്ന് വരുമ്പോൾ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കാൾ വേണ്ടപ്പെട്ട വ്യക്തിയാണ്. എനിക്ക് പരിക്ക് പറ്റിയതിൽ എനിക്ക് പരിഭവമില്ല. മഹാന്മാരായ സ്വഹാബത്ത് കൂടെ ജീവിച്ച് ലോക ചരിത്രത്തിലെ അത്ഭുതം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ജീവന്റെ അവസാന നിമിഷം പിടയ്ക്കുകയാണ്. കൂട്ടുകാര് ചെന്നിട്ട് ചോദിച്ചു, ഓ സഅദേ, വല്ലതും പറയാനുണ്ടോ സഅദേ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സ്വന്തം ജീവിതം ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്.
മരണത്തോട് മല്ലടിക്കുകയാണ്. പക്ഷേ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എനിക്കെന്റെ ആത്മാവിനേക്കാൾ വലുതെന്റെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നത് ശരിയായ അർത്ഥത്തിൽ സ്വാധീനിക്കപ്പെട്ട നേതാവാണ്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ജാൻ ദേ ദോ വഅദേ ദീദാർ പർ ലുത്ഫ് ഉൻകാ ആം ഹോ ഹി जाएगा, साइलो दामन सखी का धाम लो, कुछ न कुछ इनाम हो ही जाएगा. എനിക്കെന്നേക്കാൾ വലുത് എന്റെ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ ഒരു സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണേ. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് കൂട്ടുകാരോട് പറയുകയാണ്, നിങ്ങളുടെ ഇമയനങ്ങുന്ന ജീവൻ ബാക്കിയുണ്ടെങ്കിലും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടുപോവല്ലേ. നിങ്ങളുടെ ജീവന്റെ അവസാന നിമിഷം വരെ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണേ എന്ന് സഅദ് ബിൻ മുആദ് തങ്ങൾക്ക് പറയാൻ കഴിഞ്ഞത് സ്വന്തത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ചപ്പോഴാണ്. നമ്മൾ റബീഉൽ അവ്വൽ കൊണ്ട് നേടിയെടുക്കേണ്ടത് അതാണ്. നമ്മുടെ മക്കളിൽ ഉണ്ടാവേണ്ടത് അതാണ്. നമ്മുടെ ഭാര്യമാരിൽ ഉണ്ടാവേണ്ടത് അതാണ്. നമ്മുടെ എല്ലാവരിലും ഉണ്ടാവേണ്ടത് നമ്മളെക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടതാരാണ്? നഫ്സി ഫിദാഉൽ ഖബറിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു മൗലായ للخلق كلهم